ശ്രീ സി കെ ഹരീന്ദ്രൻ, അങ്ങേക്ക് 12 മിനിറ്റ്. സാർ, 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുന്നു. സാർ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ തോതിലുള്ള ആശങ്ക ഉണർത്തിയതാണ് ബഫർ സോൺ വിഷയം. കേരളത്തിൻ്റെ മലയോര മേഖല ബഫർ സോണിൻ്റെ പേരിൽ 10,000-കണക്കിന് ആളുകളാണ് ആശങ്കയോടുകൂടി സമര രംഗത്ത് അണിനിരന്നത്. ജനവാസ മേഖലകളിൽ പുതിയ നിർമ്മിതികൾക്ക് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇക്കോ സെൻസിറ്റീവ് സോൺ സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വേഗത്തിൽ നടപ്പാക്കാതെ ജനവികാരത്തോടൊപ്പം നിന്നുകൊണ്ട് സമയബന്ധിതമായി സർക്കാർ നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കി. പ്രസ്തുത വിധിപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നീക്കിക്കൊണ്ടുള്ള പുതിയ കോടതി വിധി നേടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു, വകുപ്പിന് കഴിഞ്ഞു. അഭിമാനകരമായ നേട്ടമാണ്. വിവിധ നിർമ്മിതികളുടെ എണ്ണം സ്ഥലപരിശോധന നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനസാന്ദ്രത ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ധരിപ്പിച്ചതിലൂടെ ഇത്തരം നടപടികളിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിയും. കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ആയത് ക്വാറികൾക്കും ഖനികൾക്കും വൻകിട വ്യവസായങ്ങൾക്കും മാത്രമായിരിക്കുമെന്നും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി സർക്കാരിനെ എടുത്തു പറയാവുന്ന ഒരു വലിയ നേട്ടവും 20 വർഷത്തിലധികമായുള്ള ജനങ്ങളുടെ പരാതികൾക്കും ബഫർ സോൺ വിഷയത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ കേരളത്തിന് കഴിഞ്ഞു, ഈ ഗവൺമെൻറ് കഴിഞ്ഞു. വനത്തിൽ നിന്ന് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര സമൂഹത്തിൽപ്പെട്ട 782 കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ കഴിഞ്ഞ 2 വർഷ ഭരണ കാലയളവിൽ നവകിരണം പദ്ധതി മുഖേന 95 കോടി രൂപ അനുവദിച്ച് പുനരധിവാസത്തിന് സാഹചര്യമൊരുക്കി. മലയോര മേഖലകളിൽ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും നൽകി. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാലാവധി നീട്ടിയില്ലെങ്കിൽ കൂടുതൽ അപകടകരമായ സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വനാശ്രിതരായ ആദിവാസി വിഭാഗത്തിനുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വനം വകുപ്പിൽ 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക സൃഷ്ടിച്ചു. എൻ്റെ മണ്ഡലത്തിലും 8 പേർക്ക് ആദിവാസി മേഖലയിൽ നിന്ന് തൊഴിൽ ലഭിച്ചിട്ടുണ്ട് സാർ. അതിൻ്റെ പ്രവർത്തനം ഇനിയും വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വനമേഖലയിൽ താമസിക്കുന്നവരുടെ പട്ടയം, അതുപോലെ വനാവകാശ നിയമപ്രകാരം കൈവശരേഖ നൽകുന്നതിൻ്റെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വനസൗഹൃദ സദസ്സിലൂടെ പാവപ്പെട്ടവർക്ക് നൽകിയ സഹായം കേരളത്തിൽ നാളിതുവരെ നടന്നതിൽ ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. കേരളത്തിലെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച് 51 നിയമസഭാ മണ്ഡലങ്ങളിൽ എത്തിച്ചേർന്ന വനസൗഹൃദ സദസ്സ് കേരളത്തിൽ വമ്പിച്ച വിജയത്തിന് ഇടവരുത്തി പാവപ്പെട്ട ആദിവാസികൾക്ക് നല്ല ആനുകൂല്യം കൊടുക്കാൻ അതുവഴി കഴിഞ്ഞു. കുളത്തുപുഴ ഫോറസ്റ്റ് മ്യൂസിയം ഞാൻ പോയി കണ്ടതാണ് സാർ. 3 ഏക്കർ സ്ഥലത്ത് എത്ര മനോഹരമായിട്ടാണ് ഒരു റിസർച്ച് സെൻറ്റർ നിർമ്മാണം പൂർത്തിയാക്കി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമായി പരിണമിപ്പിച്ചത്. ഏറ്റവും വലിയ വികസന പ്രവർത്തനത്തിൽ ഒന്നാണ്. തേനീച്ച ഉപദ്രവിച്ചാൽ അവർക്ക് നഷ്ടപരിഹാര തുക കൊടുക്കുന്നത് 2 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം വരെയായി ഉയർത്താൻ തീരുമാനിച്ചത് സ്വാഭാവികമായും വലിയ സഹായമായിരിക്കുമെന്ന് കരുതുന്നു. ഈ കാട്ടുതീ തടയൽ പ്രത്യേക നടപടികൾ, അതിനുവേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫയർ കൺട്രോൾ റൂം ആരംഭിച്ച് കാട്ടുതീ
തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ശ്ലാഘനീയമാണ്. സർ, നെയ്യാർ ഡാം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ഒരു ഫയർഫോഴ്സിൻ്റെ ഓഫീസുണ്ട്. അവർക്ക് കെട്ടിടമില്ല, സ്ഥലമുണ്ട്. കെട്ടിടം നിർമ്മിച്ച് വന മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാട്ടുതീ എപ്പോഴും ഉണ്ടാവാൻ ഇടയുള്ളതാണ്. അത് നൽകുന്നതിന് വേണ്ടിയോ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം, സർ, മൂന്നാമത്തെ ഫേസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. അവിടെ പോയി നോക്കണം സാർ. നമ്മുടെ നിയമസഭാ സാമാജികർ പോയി നോക്കേണ്ടതാണ്. എത്രമാത്രം മനോഹരമായ കാഴ്ചയാണ്. ആന പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, കുട്ടിയാനകളെ വളർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തെ അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ആ സ്ഥലത്ത് വരുന്നുണ്ട്. റിസർച്ച് ഫെലോസായി അവിടെ വന്ന് കണ്ടിട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അടിയന്തരമായും പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. വനശ്രീ വിപണന കേന്ദ്രങ്ങൾ, വനങ്ങളിൽ താമസിക്കുന്ന, വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ നിർമ്മിക്കുന്ന വസ്തുവകകൾ വിൽപ്പന നടത്താനുള്ള പ്രത്യേക പദ്ധതിയുണ്ട്. അമ്പൂരി പഞ്ചായത്ത് ഇപ്പോൾ 12 ഉന്നതികളുള്ള പ്രദേശമാണ്. മറ്റ് പേര് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉന്നതി എന്ന് ഞാൻ പരാമർശിക്കുകയാണ്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണന കേന്ദ്രം അമ്പൂരിയിൽ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ടൈഗർ സഫാരി പാർക്ക്, പക്ഷേ നിലവിലുണ്ടായിരുന്ന നെയ്യാർ ഡാമിലെ ലയൺ സഫാരി പാർക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. പല സന്ദർഭങ്ങളിലും നിയമസഭയുടെ ഫ്ലോറിൽ തന്നെ ഞാൻ സബ്മിഷനായി കൊണ്ടുവന്നതാണ്, കോളിംഗ് അറ്റൻഷനായി കൊണ്ടുവന്നതാണ്. അതിനെന്തെങ്കിലും നിയമ നടപടികൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അടിയന്തരമായി ലയൺ സഫാരി പാർക്ക് കൊണ്ടുവരണം. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അപമാനകരമാണ്. അത് അടിയന്തരമായും ഇടപെട്ട് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിദ്യാവനം പദ്ധതി വഴി സ്കൂളുകളിൽ 5 സെൻറ്റ് 10 സെൻറ്റിനകത്ത് നിർമ്മിച്ച പദ്ധതി ഏറ്റവും മനോഹരമാണ്, മാതൃകാപരമാണ്. അതുപോലെ നഗരവനം, അങ്ങും ഞാനും കമ്മിറ്റിയും വനം വകുപ്പിലെ മറ്റെംഎൽഎമാരുമായി മഹാരാഷ്ട്ര സന്ദർശിക്കുമ്പോൾ ബോംബെക്ക് അടുത്ത് പൂനെയിൽ ഒരു 10-20 സെൻറ്റ് സ്ഥലത്ത് അവർ നിർമ്മിച്ച നഗരവനം നമ്മൾ കാണാനിട വന്നു. അതേപോലെ നിരവധി കേന്ദ്രങ്ങളിൽ കേരളത്തിലും നഗരവനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിയും. അതൊരു മാതൃകയായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതി, സാർ, ഗ്രാമീണ മേഖലയിലെ പരിസ്ഥിതി സന്തുലനാവസ്ഥയ്ക്ക് ഏറ്റവും അനിവാര്യമാണ് ഈ കാവും കുളങ്ങളും എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത്. ആ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണം. കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും കാവുകളോടനുബന്ധിച്ചുള്ള കുളങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതിനുവേണ്ടി തുക കൂടുതൽ ഉൾപ്പെടുത്തണം. അതുവഴി ഗ്രാമീണ മേഖലയിൽ വരുത്തുന്ന മാറ്റം ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സന്തുലനം ഉറപ്പാക്കാൻ ഏറ്റവും അനിവാര്യമാണ് കാവുകളുടെ സംരക്ഷണമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. വന വകുപ്പ് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് 30% വനമേഖലയാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 7-8 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2 ഘട്ടങ്ങളിലായി ഏകദേശം 15,000 ഹെക്ടർ കൂടെ പുതിയ വനമേഖലയിലേക്ക് ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമേഖല ഉണ്ടെന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളിൽ വനമേഖല കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ വനമേഖല വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക നേട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വനങ്ങളുടെ അനിവാര്യത ഉയർത്തിപ്പിടിക്കാൻ ഇതുവഴി നമുക്ക് കഴിയുന്നുണ്ട്. ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്തിലാണ് വനമേഖല കൂടുതൽ വിപുലപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. കേരളം ഒരു കാർഷിക സമ്പദ്ഘടനയ്ക്ക് ആഭിമുഖ്യമുള്ളൊരു സംസ്ഥാനമാണ്. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തോടൊപ്പം മൃഗസംരക്ഷണം വഴിയും ഉരുക്കളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൂടെ അതിൽ ചേർക്കുകയാണ്. കാർഷിക വരുമാനത്തിൽ ഏകദേശം 21% വരുന്ന ഉരുക്കളിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
അത് പാലുൽപാദനമായാലും ഇറച്ചിയായാലും മറ്റു പല നിലയിലുള്ള വരുമാനം വഴിയായാലും. ആ രംഗത്ത് കഴിഞ്ഞ 3 വർഷമായി വലിയ നേട്ടമാണ് സാർ കണ്ടിട്ടുള്ളത്, കാണാൻ കഴിയുന്നത്. മൃഗ സംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വഴി പ്രത്യേകിച്ച് മനുഷ്യരെന്നതുപോലെ തന്നെ ഇതിൽ നമ്പർ കൂടിക്കൂടി വരികയാണ്, അംഗസംഖ്യ കൂടിക്കൂടി വരികയാണ്. മനുഷ്യർക്ക് പല നിലയിലുള്ള വ്യാധികളോ രോഗങ്ങളോ ഒക്കെ വന്നാൽ ആവശ്യത്തിന് വിവിധ ഇനം ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ഗ്രാമീണ തലങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉരുക്കൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ചികിത്സാ സൗകര്യവും കൊണ്ടുവരാൻ ഗ്രാമീണ മേഖലയിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. ഇത്രയേ ഉള്ളൂ. എൻ്റെ മണ്ഡലത്തിൽ ഒരു വലിയ ഗോഡ് ഫാം ഉണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസിയിൽ ഉൾപ്പെടുത്തിയ ഒരു ആട് വളർത്തൽ കേന്ദ്രം, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 1,40,00,000 രൂപ കൂടെ ഈ വകുപ്പിൽ നിന്ന് അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 1000 മലബാറി ആടുകളെ വളർത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി അതിനെ ഉയർത്താനാവും. ഒരു മാതൃകയാണ് കേരളത്തിന്. ആ നിലയിൽ ഈ വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഒരു ഡയറി കോളേജുണ്ട് ഇവിടെ. ആ കോളേജിന് സ്ഥലം ഒരു 10-16 ഏക്കർ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് നിന്ന് നെയ്യാർഡാമിൽ എടുത്തിട്ടുണ്ട്. ആ കോളേജ് ആരംഭിക്കാനും അവിടെ പുൽകൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന് രാഷ്ട്രീയമാണ്. ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഡിബേറ്റ്, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി എന്നെല്ലാം അവർ വിമർശനം ഉന്നയിക്കുന്നവരോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കവിവചനമുണ്ട്, പട്ടിണിയേക്കാൾ മറ്റൊരാർക്കുമില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ പിണറായി സർക്കാർ നൽകിയത് പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കലായിരുന്നു. പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ സാധാരണ സമയം ചോദിക്കാറുള്ളതല്ല കാര്യത്തിനകത്തുനിന്ന് പറയുന്നത്. ഈ കേരളത്തിൽ ഇടതുപക്ഷം മണ്ണൊരുക്കി അവർ കൊയ്തെടുത്തു UDF. അതാണ് ഇവിടെ കേരളത്തിൽ നടന്നത്. BJP ഉയർത്തിയ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി മണ്ണൊരുക്കിയത്, അതിനെതിരായി മതേതര ശക്തികളെ അണിനിരത്തിയത് ഞങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഫലം കൊയ്തത് UDF ആണ്. അത് നിങ്ങൾ മറക്കണ്ട. എക്കാലവും അത് ലഭിക്കും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും.